ഹായ്, ഇന്ന് ലഞ്ചിനൊരു ഇൻട്രസ്റ്റിംഗ് മെനു ആണ്. അപ്പോൾ ഇന്ന് തേഴ്സ്ഡേ മെനു എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ മഷ്റൂം ബിരിയാണിയും ഒരു സിമ്പിൾ കോളിഫ്ലവർ റോസ്റ്റാണ്. സിമ്പിൾ റെസിപ്പിയാണ്, പക്ഷേ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്നെ നിങ്ങൾക്കും കൂടി കാണിക്കാൻ വിചാരിച്ചു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് റെസിപ്പി നോക്കാം. ബസ്മതി റൈസാണ് ഇന്ന് ബിരിയാണിക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ് ബസ്മതി എടുത്തിട്ടുണ്ട്, അത് നമുക്ക് വാം വാട്ടറിലിട്ട് കുതിർത്താം. ഇപ്പോൾ ഇവിടെ ഒരു മസാല അരയ്ക്കാനുണ്ട്. അപ്പോൾ അതിന് ഒരു 3 ഏലക്കായും 4-5 ഗ്രാമ്പ് ഇട്ടിട്ടുണ്ട്. 1 ഇഞ്ചോളം പട്ട ഇടുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണോളം നമുക്ക് കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്യാം. എൻ്റെ അടുത്ത് റോസ്റ്റഡ് ഉണ്ടായിരുന്നു, അതിപ്പോൾ ഞാൻ അത് ആഡ് ചെയ്തു. പച്ചയ്ക്കും ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഇഞ്ചിയാണ് വേണ്ടത്. ഇഞ്ചി ഞാൻ കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യം നമുക്കൊരു 4-5 വെളുത്തുള്ളി, ഇത് വലിയതായതുകൊണ്ട് നമ്മൾ 4-5 യൂസ് ചെയ്യുന്നുണ്ട്. ചെറുതാണെങ്കിൽ അതിനനുസരിച്ച് യൂസ് ചെയ്തു. ഒരു 3 പച്ചമുളകും പിന്നെ ആവശ്യത്തിന് ഇഞ്ചി എല്ലാം കൂടി ഇത് ആദ്യം നമ്മൾ കുറപ്പായിട്ട് അരച്ചെടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ 1 കൈയോളം പുതിന ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 1 കൈയോളം മല്ലിയിലയും ആഡ് ചെയ്യുന്നുണ്ട്. ഒരു വലിയ സവാള നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് എല്ലാം കൂടി ഒരു നൈസ് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാം. പിന്നെ ഞാനിവിടെ പ്രഷർ കുക്കറിൽ വെക്കണം. പ്രഷർ അല്ല കേട്ടോ വെക്കുന്നത്, ഞാൻ ജസ്റ്റ് ഈ പാത്രം എടുത്തിട്ടേ ഉള്ളൂ. ഹെവി ബോട്ടമായിട്ട് വേണം. അല്ല 2 ടേബിൾ സ്പൂൺ എണ്ണയും 2 ടേബിൾ സ്പൂൺ നെയ്യും ഇട്ടിട്ടുണ്ട്. ഒരു ബിരിയാണി എല്ലാം ഇട്ടിട്ട് ഇവിടെ നമുക്ക് 1 ടേബിൾ സ്പൂൺ കാഷ്യൂ ഇട്ടിട്ട് നല്ലോണം ഫ്രൈ ചെയ്യാം. ഇതിലേക്ക് ഞാൻ 1 പച്ചമുളകും 1 സവാള നീളത്തിൽ അരിഞ്ഞതും ഇട്ടിട്ട് നല്ലോണം വഴറ്റി കൊടുക്കാം. സവാള നല്ല ബ്രൗൺ ആണല്ലോ കേട്ടോ, ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി. പിന്നെ നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് കൂടി ഇട്ടിട്ട് നല്ല പോലെ വഴറ്റി കൊടുക്കണം. ഈ എണ്ണയൊക്കെ പുറത്ത് വരുന്ന വരെ നല്ല പച്ചമണ്ണൊക്കെ മാറിയിട്ട് അതുവരെ നമുക്ക് വഴറ്റി കൊടുക്കണം. അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്, അപ്പോൾ നല്ലോണം കൈവിടാണ്ട് വഴറ്റണം കേട്ടോ. ഇതുപോലെ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂംസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 250 ഗ്രാംസോളം മഷ്റൂംസ് എടുത്തിട്ടുണ്ട്. നമുക്ക് എനിക്ക് മഷ്റൂം ഇഷ്ടമാണ്. കുറേ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് മഷ്റൂം ഇടുക. അതും നല്ലോണം ഇങ്ങനെ മിക്സ് ആക്കി കൊടുക്കണം ആ പേസ്റ്റിൽ. എന്നിട്ട് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂൺ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് നുറുക്കിയത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം വഴറ്റി കൊടുക്കാം. ഇവിടെ 2 ടേബിൾ സ്പൂൺ തൈരാണ് ആഡ് ചെയ്യുന്നത്. ബിരിയാണിക്ക് ആവശ്യമുള്ള 1 കപ്പ് ബാസ്മതിനെ ഞാനിവിടെ 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം കറക്റ്റായിട്ട് ഇരിക്കണം കേട്ടോ, അല്ലെങ്കിൽ കുഴഞ്ഞു പോകും. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് തിളപ്പിക്കാം. തിളപ്പ് വന്ന ശേഷമേ നമുക്ക് റൈസ് ആഡ് ചെയ്യാൻ പാടുള്ളൂ. റൈസ് ആഡ് ചെയ്തിട്ട് നമുക്ക് മൂടി വെക്കണില്ല, അതിൽ തന്നെ ഇരുന്ന് തിളയ്ക്കണം. അപ്പോൾ 1 കപ്പ് റൈസിന് ബാസ്മതി റൈസിന് 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ, അതാണ് അതിൻ്റെ റേഷ്യോ. അപ്പോൾ ഇതുപോലെ മൂടാണ്ടാണ് നമ്മൾ നല്ലോണം തിളയ്ക്കേണ്ടത്. കുറച്ച് വെള്ളം വറ്റി കഴിയുമ്പോൾ നമുക്ക് ഇപ്പോൾ ദമ്മ് വെക്കാം. അപ്പോൾ ദമ്മ് ഞാനിവിടെ ദോശത്തവ വെച്ച് അതിൻ്റെ മേലെ ഇത് വെച്ചിട്ട്, അപ്പം എന്തായാലും അടി പിടിക്കില്ല, നമുക്ക് ഉറപ്പായിട്ട് സേഫായിട്ടിരിക്കാം.
അപ്പോൾ ദോശത്തവ വെച്ച് അതിൻ്റെ മേത്ത് ഈ പാത്രം വെച്ച് മൂടി നമുക്ക് ദം വെക്കാം. ഒരു 20 മിനിറ്റ്സോളം നല്ല ദമ്മിൽ തന്നെ അത് വേവണം. സിമ്മിലാണ് കേട്ടോ, സിം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഇപ്പോൾ ഒരു 20 മിനിറ്റ്സായി സിം ഫ്ലെയിമിൽ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം ഇപ്പം എങ്ങനെയുണ്ടെന്ന്. കണ്ടോ, നല്ലോണം കുക്കായി കുഴയാണ്ട് ബ്യൂട്ടിഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മളൊരു ഷാർപ്പ് സ്പൂൺ വെച്ചിട്ടാണ് നമ്മൾ ഇത് എടുക്കേണ്ടത് കേട്ടോ. ഇത് ജസ്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ഇത് ചെയ്താൽ കുഴഞ്ഞു പോവും. അതുകൊണ്ട് കെയർഫുള്ളായിട്ട് നമുക്ക് ഷാർപ്പ് സ്പൂൺ വെച്ചിട്ട് സൈഡിലോട്ടേക്ക് ഇങ്ങനെ ജസ്റ്റ് ലൂസാക്കി വിടാം. ചൂടോട് തന്നെ ലൂസാക്കണ്ട കേട്ടോ. അപ്പോൾ കുറച്ച് ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഈ സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ലൂസ് ചെയ്ത് വിടാം. അപ്പോൾ നല്ല ടേസ്റ്റി നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ആ പുതിനയും മല്ലിയിലയുടെ ഫ്രഷ് നല്ല ഒരു മണമുണ്ട്. അപ്പോൾ നമ്മുടെ മഷ്റൂം ബിരിയാണി റെഡിയായി. ഇനി നമുക്ക് കോളിഫ്ലവർ റോസ്റ്റ് നോക്കാം. ഇവിടെ ഞാൻ കോളിഫ്ലവർ ജസ്റ്റ് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ഇട്ട് ജസ്റ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, ചൂടുവെള്ളത്തിൽ, അതിൻ്റെ ഇതൊന്നും പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു സവാള, ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്തത്, മല്ലിയിലയും വേപ്പിലയും ഒരു പച്ചമുളകും എടുത്ത് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൊരു ഡ്രൈ പൗഡറാണ് വേണ്ടത്. അപ്പോൾ അതിനൊക്കെ ഒരു ടീസ്പൂൺ കുരുമുളകും 1/2 ടീസ്പൂൺ ജീരകവും, ഇവിടെ ഞാൻ 1 സ്പൂൺ പെരിഞ്ജീരകം ഇടുന്നുണ്ട്, അത്രയും വേണ്ട കേട്ടോ. ടേസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ഒരു ചെറിയ കുത്തുണ്ടായിരുന്നു, അപ്പോൾ അത് 1/2 സ്പൂൺ ആക്കിയാൽ മതി. പിന്നെ 2 ഗ്രാമ്പു, 1 വറ്റൽമുളകും 1 ഇഞ്ച് പട്ടയും കൂടി ആഡ് ചെയ്ത് ഇത് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് ചൂടാറുമ്പോൾ നമുക്ക് പൊടിച്ചെടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് വേപ്പിലിട്ട് ഈ ചതച്ച് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് ഇട്ട് നല്ലോണം വഴറ്റി കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുമ്പോൾ നമുക്ക് സവാളയും കൂടി ആഡ് ചെയ്യാം. ഈ പച്ചമുളകും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സവാള നല്ല വഴണ്ട് വരുമ്പോൾ നമുക്ക് ജസ്റ്റ് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിലേക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് നല്ലോണം ഫ്രൈ ചെയ്യാം. ഇതെല്ലാം മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വേണ്ടത്. ഹൈ ഫ്ലെയിമിലും പാടില്ല, സ്മോളിലും പാടില്ല. കോളിഫ്ലവർ നമുക്ക് സോഫ്റ്റ് ആവാൻ പാടില്ല. സോഫ്റ്റ് ആയാൽ നമുക്ക് റോസ്റ്റ് ആയിട്ട് കിട്ടൂല. അപ്പോൾ ഈ സോഫ്റ്റ് ആവാണ്ട് നോക്കണം. വെള്ളത്തിലിട്ട് തിളപ്പിക്കേണ്ട കോളിഫ്ലവറിന്, ജസ്റ്റ് ചൂടുവെള്ളത്തിൽ ഒരു 5 മിനിറ്റ് ഇട്ട് വെച്ചാൽ മതി. അത് വെന്ത് കിട്ടാൻ പാടില്ല, സോഫ്റ്റ് ആവാൻ പാടില്ല. കുറച്ച് കട്ടയായിട്ട് തന്നെ ഇരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് കോളിഫ്ലവർ ഇട്ട് നല്ലോണം ഇതുപോലെ ഫ്രൈ ചെയ്ത് കുറച്ച് നേരം ഫ്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ പകുതി ഫ്രൈ കഴിയുമ്പോൾ നമുക്ക് ഈ പൊടി ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് വീണ്ടും സിമ്മിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിം ആയാലും കുഴപ്പമില്ല, റോസ്റ്റ് ചെയ്ത് എടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ എല്ലാം മിക്സ് ചെയ്ത് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കണം. ഒരു നല്ല ക്രിസ്പിനെസ് തോന്നും. ആ സമയം വരെ നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വഴറ്റണം കേട്ടോ, അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതുപോലെ നല്ല ഫ്രൈ ആയിട്ട് ഞാൻ മല്ലിയില ഇട്ടിട്ട് ഫിനിഷ് ചെയ്തു. ഇത് കണ്ട ഡ്രൈ ആയിട്ടുള്ള കോളിഫ്ലവർ റോസ്റ്റ് റെഡിയായി. അപ്പോൾ ഇന്നത്തെ ലഞ്ച് മെനു മഷ്റൂം ബിരിയാണിയും കോളിഫ്ലവർ റോസ്റ്റും കൂടെ ഒരു റൈത്ത ഉണ്ടാക്കി അടിപൊളിയായിട്ടുള്ള സ്പെഷ്യൽ ലഞ്ച് റെഡിയായി. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു. ടേക്ക് കെയർ.